അങ്ങനെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ നെവിനെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ ഈ ക്യാപ്റ്റൻ സ്ഥാനം? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറ. ഞാനത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നെവിൻ പുറത്തേക്ക് പോയതും തിരിച്ചു വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ പുറത്തേക്ക് പോകുന്നോളം വരെ നെവിൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ടായിരുന്നു, ഒരു സാധനം ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ആക്റ്റീവ് ആയിരുന്നു അവൻ. ലൈക്ക് എന്താണ്, ആ സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ടാസ്ക് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് നെവിൻ. നല്ലൊരു എന്റർടൈനറാണ് ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ ഈ പോയി തിരിച്ചു വന്നതിന് ശേഷം നെവിൻ ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയോ എന്നുള്ളൊരു സംശയം എനിക്ക്. ഭയങ്കരമായിട്ട് ചേഞ്ചസ് നെവിനിൽ വന്നതുപോലെ എനിക്ക് തോന്നുന്നു. അത്ര ആക്റ്റീവ് അല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവിടെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഓരോരോ ഇപ്പോൾ കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്യുന്നു, വെസൽ ടീമിനെ സെലക്ട് ചെയ്യുന്നു. ഈ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ പോലും നെവിന് പറ്റുന്നില്ല, അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നി. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ കാര്യങ്ങൾ തുടങ്ങുന്നത് അനീഷ്, അപ്പാനി, ആര്യൻ ഇവര് ഒരു ചെറിയ ചർച്ച എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ വഴക്ക് അവിടെ പൊട്ടി. വേറൊന്നുമല്ല, അനീഷാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വെസൽ ടീമിൽ അനീഷാണ് ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടിരുന്നത്. അപ്പം അനീഷുണ്ട്, ആര്യനുണ്ട്. അപ്പം ഇതിൽ ആര്യൻ പാത്രം കഴുകുന്നതൊന്നും കാണുന്നില്ല. മിക്കപ്പോഴും അനീഷൊക്കെയാണ് പാത്രം കഴുകുന്നത്. അത് മാത്രമല്ല, അനീഷ് പറയുന്നൊരു കാര്യം, ആര്യൻ പാത്രം കഴുകുന്നില്ല. ആര്യൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് താങ്ങിക്കൊടുക്കുന്നത് ജിസയിലാണ്, അല്ലാതെ അവനായിട്ടൊന്നും ചെയ്യുന്ന കാണുന്നില്ല. ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ആര്യൻ ഇടയ്ക്ക് 1-2 തവണ എന്തോ കണ്ടു ആര്യൻ ഒന്ന് അവിടെ നിന്ന് കഴുകുന്നത്. അതല്ലാതെ എപ്പോഴും അവൻ ചെയ്തതായിട്ട് ചിലപ്പോൾ ലൈവ് നമ്മളെ കാണിക്കാത്തതായിരിക്കും. എന്താണെങ്കിലും എപ്പോഴും അവൻ ചെയ്യുന്ന ഒന്നും അങ്ങനെ കാണുന്നില്ല. അനീഷ് പറയുന്നു അവൻ ചെയ്യുന്നില്ല. അനീഷാണ് അവൻ ഇപ്പോൾ ഈ ഒരു എന്താണ് കറക്റ്റ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അനീഷ് കഴുകി, പിന്നെ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും, പിന്നെ അടുത്ത ദിവസം, അങ്ങനെ ഓരോ ടൈം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അനീഷ് പണിയെടുക്കാൻ ചെല്ലുമ്പോൾ മാത്രം 10-200 പ്ലേറ്റുകളുണ്ട്, അല്ലാത്തപ്പോൾ പ്ലേറ്റുകളൊന്നും ഇല്ല. ഈ ഞാൻ ചെല്ലുമ്പോൾ മാത്രം എവിടെ നിന്നാണ് ഇത്രയും പ്ലേറ്റ് വരുന്നത് എന്നുള്ള ചോദ്യമൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കണം. അപ്പാനിയാണല്ലോ ഇപ്പോൾ ക്യാപ്റ്റൻ ഇന്ന് രാവിലെയൊക്കെ. അപ്പം നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എനിക്ക് ഇനിയും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനും കണ്ടിട്ടില്ല അധികം. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. 2-3 തവണ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ നിന്ന് പ്ലേറ്റ് കഴുകുന്നത്, അതിൻ്റെ ഇടയ്ക്ക് റെന ഫാത്തിമ വന്ന് കയറുന്നതൊക്കെ. പക്ഷേ അവൻ ഒരുപാടൊന്നും ചെയ്യുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ പറ്റത്തില്ല. ഈ ടൈമിംഗ് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ടൈം വെച്ചിട്ടുള്ള ആ ഒരു പണി വേണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോൾ അപ്പാനി അതിനകത്ത് നിന്ന് ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ എല്ലാവരും അറ്റ് എ ടൈമിൽ തന്നെ നിന്നങ്ങ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്ത് വിടുന്നുണ്ട്. രാവിലെയാണ് ഇപ്പോൾ ആയപ്പോഴത്തേക്ക് ടീമൊക്കെ എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പാനി, അനീഷ്, ആര്യൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു ചൊറിച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ അനുമോളാണ്. അനുമോള് ഞാൻ രാവിലത്തെ വീഡിയോയിലേ പറഞ്ഞായിരുന്നല്ലോ, അനുമോള് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഷീ നീഡ്സ് ടു ഗീവ് കോണ്ടന്റ് ടു ദ ബിഗ് ബോസ്. മനസ്സിലായില്ലേ? ജനങ്ങളിലേക്ക് കോണ്ടന്റ് എത്തിക്കണം ബിഗ് ബോസ് വഴി. അത് അനുമോളുടെ ജോലിയാണെന്ന് അനുമോൾക്കറിയാം. അതുകൊണ്ട് തന്നെ അനുമോൾ അത് വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കോണ്ടന്റ് കൊടുക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ചില പോയിന്റിൽ അനുമോളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അനുമോൾ ഒരു കുലസ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷേ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കും അറിയാം, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ എടുത്ത് പൊക്കി പിടിച്ചാണോ നടക്കാനൊന്നും പറ്റത്തില്ല. തെറ്റ് കണ്ടാൽ അത് പറയാൻ വേണമല്ലോ. അങ്ങനെ ആണല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അവളുടെ തെറ്റ് കണ്ടാൽ അതും പറയണം. അല്ലാതെ എന്ത് കണ്ടാലും അവരെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് തെമ്മാടിത്തരമായി പോകും. ആ തെമ്മാടിത്തരം ഞാൻ എന്തായാലും ചെയ്യത്തില്ല. അനുമോളുടെ ചില ഡയലോഗുകൾ, ഷാനവാസുമായിട്ട് രാവിലെ ഒരു ചെറിയ യുദ്ധം നടക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അതിനകത്ത് അനുമോളെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് വേറൊന്നുമല്ല, സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് 10-38 ആപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചണിനകത്ത് ഇടയ്ക്ക് കയറി വന്നപ്പോൾ തന്നെ ഒരു 3-4 കാണാതെയൊക്കെ പോയി. പിന്നെ രാവിലെ നമ്മുടെ ഷാനവാസ് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അപ്പാനിയല്ല നമ്മുടെ ആര്യൻ പോയി ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഷാനവാസ് അത് കാണുന്നുണ്ട്. അപ്പം തന്നെ ദേ ഞാൻ എടുത്ത് ഇവിടെ ഇട്ടു എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ നിന്ന് ഇടുന്നുണ്ട്. ഷാനവാസ് അല്ല, ആര്യൻ. എന്നിട്ട് ഷാനവാസ് അവിടെ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഇവൻ പിന്നെ എടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട്. സോ അങ്ങനെയുള്ള മോഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അനുമോള് കിച്ചണിൽ പോയിട്ട് കിച്ചണിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു ആപ്പിൾ എടുക്കുകയാണ്, ചോദിച്ചിട്ട് എടുത്തു. പക്ഷേ ഇത് ഷാനവാസ് കണ്ടില്ല. ഷാനവാസ് വരുമ്പോഴത്തേക്ക് അനുമോൾ ഇത് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, ഞാനൊരു ഓറഞ്ച് എടുത്തപ്പോൾ അന്ന് കിടന്ന് ഒച്ച വെച്ചല്ലോ. അപ്പം അനുമോൾ പറയുന്നു, ഞാൻ കിച്ചണിലുള്ള ആൾക്കാരോട് ചോദിച്ചു, നീ കിച്ചൺ ക്യാപ്റ്റൻ ഞാനല്ലേ, എന്നോട് ചോദിക്കണ്ടേ, നിങ്ങളെ അവിടെ കണ്ടില്ല, ഞാൻ അകത്തിരിക്കുകയായിരുന്നു, നീ അവിടെ വന്ന് ചോദിക്കണം. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് ചെറിയൊരു പൊട്ടൽ ഇവർ തമ്മിൽ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോള് അപ്പാനിയായിട്ടിരിക്കുന്നതാണ്. അപ്പാനി ചേട്ടൻ ഇരുന്ന് ഭയങ്കര ഉപദേശമാണ്. അപ്പാനി ചേട്ടൻ ഇത്തിരി ഡീസൻ്റ് ആവാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നലെയാണോ മിനിഞ്ഞാന്ന് രാത്രിയിൽ നമ്മുടെ ഒരു തെറി അങ്ങോട്ട് വിളിച്ചല്ലോ
അപ്പാനിയുടെ വായിൽ നിന്ന് വീണ് പോയി മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത് കാല് പിടിച്ച്. പക്ഷെ ലാലേട്ടൻ വരുമ്പോൾ എന്താണെങ്കിലും അപ്പാനിയെ പൊരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു തെറിയൊക്കെ വിളിച്ചതിന്. അപ്പൊ അതിനുശേഷം അപ്പാനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി, ഇനി ഞാൻ കുറച്ച് ഡീസന്റ് ആയില്ലെങ്കിൽ പണി വേണമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അനുമോളെ അടുത്തൊക്കെ ഇരുത്തിട്ട് നല്ല രീതിയിൽ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് അപ്പാനി, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. അത് വേറൊന്നുമല്ല, അനുമോളോട് പറയുകയാണ്, അനുമോളെ നീ ഒരാൾ പറയുമ്പോൾ, നിന്നോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നീ അത് കേൾക്കാൻ ശ്രമിക്കുക. നീ ചുമ്മാ അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഞാൻ ചേട്ടാ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ്, ഞാൻ എല്ലാവർക്കും ഫുഡ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, റെന ഫാത്തിമ അന്നൊരു ദിവസം ഫുഡ് ചോദിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി മാത്രം കൊടുത്തു. അതിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന്, റെനയ്ക്ക് ഫുഡ് കൊടുത്തത് കുറവാണ്, പിന്നെ അനുമോൾ ഇതിനകത്തുനിന്നാണോ കോരി ഇട്ടുകൊണ്ടിരുന്നത് അവിടെയും ഫുഡ് കുറവാണ്. അപ്പൊ അനുമോൾ അത് കുറച്ച് സേവ് ചെയ്ത് ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ഒരു പരിപാടി ചെയ്തത്. പക്ഷെ അത് അപ്പാനി ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നീ നല്ല രീതിയിൽ സംസാരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ നീ നല്ല രീതിയിൽ സംസാരിക്കും, നീ ചുമ്മാ എടുത്ത് ചാടി ചുമ്മാ ഒച്ചയും വെച്ച് ബഹളവും വെച്ച് നീ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അപ്പാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഉള്ള കാര്യം തന്നെ കേട്ടോ, ഇല്ലാത്ത കാര്യമൊന്നുമല്ല. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ജിസയിലുമായിട്ട് നമ്മുടെ ജയിലിൽ കിടക്കുമ്പോൾ അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓപ്പോസിറ്റ് ആള് പറയുന്ന ഒന്നും അങ്ങനെ കേൾക്കാനായിട്ട് അനുമോൾ അധികം ചെവി കൊടുക്കത്തില്ല. അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനും അത് പലതവണ ആലോചിച്ചിട്ടുണ്ട്, അനുമോൾ എന്തിനാണ് ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ബ്രേക്ക് കൊടുക്കാം, എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറയാനുള്ളതും കൂടെ കേൾക്കാം. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് പ്രോപ്പറായിട്ട് അനുമോൾ എടുക്കത്തില്ല. അനുമോളുടെ ഭാഗം ക്ലിയർ ചെയ്യുക, അത് എപ്പോഴും അനുമോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അനുമോളുടെ ഒരു ഗെയിം, ജനങ്ങളുടെ മുമ്പിൽ നന്നായിട്ട് തോന്നണം എന്നുള്ളൊരു സാധനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് അവരുടെ ഒരു ഗെയിമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഇച്ചിരിയൊക്കെ ഒതുങ്ങാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാം. ഇപ്പം തന്നെ ഈ ക്യാപ്റ്റൻ വന്നിട്ട് ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അനുമോൾക്ക് അടങ്ങിയിരിക്കാൻ വയ്യ, അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ കയറി സംസാരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, അനുമോളെ നീ അവിടെ ഇരിക്കേ, പറഞ്ഞു തീർക്കട്ടെ. ക്യാപ്റ്റനും പറയുന്നു, നെവിനും പറയുന്നു, അനുമോൾ അവിടെ ഇരിക്കൂ, ഞാൻ പറയട്ടെ. കാരണം അനുമോൾക്ക് എനിക്ക് പിന്നെ പറയാനുണ്ട്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറയാൻ കാണും. ആദില നൂറയൊക്കെ ശ്രദ്ധിച്ചു, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്ന ആൾക്കാർ അവർ. ഈ ക്യാപ്റ്റൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട്. അനുമോൾ പക്ഷെ അപ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ നെവിൻ വന്നിട്ട് പുതിയ കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. പുതിയ കിച്ചൺ ടീമിന് ലക്ഷ്മി, വൈൽഡ് കാർഡായിട്ട് വന്ന ലക്ഷ്മി, അനുമോള്, ജിഷിൻ, പ്രവീൺ, ആതിര, ഇത്രയും പേരാണ് കിച്ചൺ ടീമിലുള്ളത്. അതിൽ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ്. പിന്നെ അനീഷിന്റെ പേര് അവിടെ പറയാൻ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അനീഷിനെ വിളിച്ചോണ്ട് അനീഷ് പറയുന്നുണ്ട്, നെവിനെ ഞാൻ ആയിക്കഴിഞ്ഞതാ, നീ ആരെങ്കിലും ആവാത്ത ആൾക്കാരെ വിളിക്കുക, ഞാൻ ആയതല്ലേ എന്നൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. അനുമോളും ആയതാണ്, എന്നിട്ട് അനുമോളെ പിടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും അനീഷ് ഇത് പറഞ്ഞ ഉടനെ നെവിൻ, ശരി ചേട്ടാ, ശരി എന്നാൽ ഞാൻ വേറെ ആളെ തപ്പട്ടെന്നും പറഞ്ഞ് അടുത്ത ആളിലേക്ക് പോയി. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് നെവിനെ കൊണ്ട് പറ്റിയൊരു പരിപാടിയൊന്നും അല്ല ഇത്. നെവിൻ അവിടെയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത് കേട്ടിട്ട് ആക്റ്റീവ് ആവുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്യാപ്റ്റനായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ക്യാപ്റ്റൻ ആക്കിയ ഉടനെ തന്നെ അവനൊരു കിച്ചൺ ടീമിനെ എടുക്കാൻ പറഞ്ഞപ്പം അനീഷ് പറയുന്നത് കേട്ടിട്ട് ഓക്കെ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് അടുത്ത ആളെ തപ്പിപ്പോയ ആളായത്. അനീഷിന്റെ ഗെയിം അവിടെ നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ നെവിൻ അവിടെ ഒരു വീക്കായിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ട് തുടക്കത്തിൽ തന്നെ മാറിയോ എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു. പിന്നെ വെസൽ ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, നൂറ, ബിന്നി, സാബുമാൻ, പിന്നെ മസ്താനി, രേണുവാണ്. ഇതിനകത്ത് ക്യാപ്റ്റൻ മസ്താനിയാണ്. ഫ്ലോറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, അക്ബർ, അനീഷ്, അപ്പാനി, അബി, ഷാനവാസ്. നല്ല ടൈറ്റ് ആയിട്ടുള്ള ആണുങ്ങളുടെ ഒരു ടീമാണ്. അവിടെ ക്യാപ്റ്റൻ അനീഷാണ്. പിന്നെ ബാത്റൂം ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, ജിസൈൽ, ആര്യൻ, ശൈത്യ, രണ, ഉണീൽ. അതിന് ക്യാപ്റ്റനായിട്ട് ഉണീലിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് പുതിയ ക്യാപ്റ്റൻ നെവിൻ വന്നിട്ട് ഓരോരോ പണികൾ, ഓരോരോ കിച്ചൺ ഓരോ ആൾക്കാരെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ ടീമിലേക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്യാപ്റ്റന്മാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായിട്ട് അതൊന്ന് ഹാൻഡിൽ ചെയ്യാനും അവിടെ ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ തിരിച്ചതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ച് പ്രോപ്പറായിട്ട് നിർത്താനും ഒന്നും നെവിനെ കൊണ്ട് പറ്റുന്നില്ല. അവർ പറയുന്ന കേട്ടിട്ട് മാത്രം ഡിസിഷൻ എടുക്കുന്ന ഒരു ക്യാപ്റ്റനായിട്ട് തുടക്കത്തിൽ തന്നെ എനിക്ക് നെവിനെ ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിലും എന്തൊക്കെയോ മല മറിക്കുമെന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. പക്ഷെ പഴയ ആ ഒരു ഗുമ്മില്ല. പോയി വന്നപ്പോഴത്തേക്ക് എന്തോ ചെറുക്കിന് പറ്റിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുതിയ ആൾക്കാർ കൂടെ വന്നപ്പം ഒതുങ്ങിപ്പോയ ഒരു നെവിനെയാണ് കാണാൻ ഇപ്പോൾ സാധിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ ബാക്കിയും കൂടെ പോയി കാണട്ടെ, എന്നിട്ട് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.